നമസ്കാരം കുമാർജി. നമ്മുടെ നാട്ടിലെ FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്, FCRA നിയമങ്ങളുടെ ഒരു ചട്ടക്കൂട് പരിഷ്കരിക്കുകയുണ്ടായി. ആ പരിഷ്കരണം നമ്മുടെ രാജ്യത്തിന് ഏറെക്കുറെ അത്യാവശ്യമായ കാര്യം തന്നെയായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലേക്ക് അനധികൃതമായി വരുന്ന ഫണ്ടുകൾ റെഗുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് രാജ്യസുരക്ഷയുടെ കൂടി ഭാഗമാണ്. പ്രത്യേകിച്ചും നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ വലിയ ഭീകരവാദ രാജ്യമാണ്. നമ്മുടെ നാട്ടിനകത്ത് പോലും ചില ഭീകരവാദ സംഘടനകൾ പ്രവർത്തിച്ചിരുന്നു. PFI പോലുള്ള ഭീകരവാദ സംഘടനകൾ പ്രവർത്തിച്ചിരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവർക്ക് ഏകദേശം 260 കോടി രൂപയോളം അനധികൃതമായി ഉള്ള ഫണ്ട് തന്നെ അവർ കൈവശപ്പെടുത്തിയിരുന്നു, അവർ ഉപയോഗിച്ചിരുന്നു, അല്ല അവർക്ക് കിട്ടിയിരുന്നു. അങ്ങനെ അത്തരത്തിൽ ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട രീതിയിൽ, രാജ്യസുരക്ഷയെ അപകടകരമാക്കുന്ന രീതിയിൽ പലപ്പോഴും വിദേശ ഫണ്ടുകൾ വരുന്ന ഒരു കാര്യം നിലനിൽക്കെ നമുക്ക് എങ്ങനെയാണ് ഇതിനെ റെഗുലേഷൻ കൊണ്ടുവരാതിരിക്കുവാൻ സാധിക്കുക? അതിലെന്ത് ആശങ്കയാണ് വരാനുള്ള സാധ്യത? ഇല്ല, സത്യത്തിൽ ഇതിൻ്റെ ആശങ്ക എന്ന് പറഞ്ഞാൽ ഒരു ആശങ്കയുള്ളത് കൊണ്ടാണ് അവിടെ ഒരു നിയമം ഉണ്ടാകുന്നത്. ആ ഒരു ആശങ്ക മാത്രമേ ഉള്ളൂ, അല്ലെ നിയമ ഭേദഗതിയിൽ ആശങ്കയൊന്നുമില്ല. കാരണം നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന വിദേശ സംഭാവന, ആ വിദേശ സംഭാവനകൾ രാജ്യത്തെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് 1976 മുതൽ ഇത്തരം സംഭാവനകളെ നിയന്ത്രിക്കാൻ ആരംഭിച്ചത്. അത് നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ല വിദേശ സംഭാവനകളെ നിയന്ത്രിക്കുന്നത്. 1976 മുതൽ ഈ രാജ്യത്ത് സംഭാവനകളെ വളരെ കാര്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്, നിയന്ത്രിക്കുന്നുണ്ട്. 2010 സമഗ്രമായ ഒരു നിയമം വരുന്നു അതിനുവേണ്ടി. കൂടുതൽ നിയന്ത്രണം കടുപ്പിക്കുന്നു. ആ നിയമ സംവിധാനമൊക്കെ വരുന്നത് ഈ വിദേശ സംഭാവന സ്വീകരിക്കുന്നത് വഴി അതിൻ്റെ ഒരു റൂട്ടിനെ പലരും ദുരുപയോഗം ചെയ്ത് രാജ്യത്തിനത് ദോഷകരമായി വന്നതുകൊണ്ടാണ് 2010 അന്ന് നരേന്ദ്രമോദിയല്ല, 2010 വളരെ ഘടനാപരമായ ഒരു മാറ്റമാണ് ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിൽ അന്ന് വന്നത്. പിന്നീട് 2020-ലും 2022-ലുമൊക്കെ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. 2020-ലെ ഒരു നിയമ ഭേദഗതിക്ക് ഈ ഇന്നിപ്പോൾ ഉണ്ടായതുപോലെയുള്ള വലിയ കോലാഹലം തന്നെ അന്നും ഉണ്ടായി. പക്ഷേ അന്ന് കോടതി വരെ കാര്യങ്ങളെത്തി. ആ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ്. കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻ മതമേലധ്യക്ഷൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ്. ഭരണഘടനാ വിരുദ്ധം എന്നൊരു വാക്കുണ്ട് എന്ന് വെച്ച് അതിനെ ആലോചിക്കാതെ പറയുകയാണ്. ഭരണഘടനാ വിരുദ്ധം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആഴം, അതിൻ്റെ ഒരു വ്യാപ്തി ഇതൊന്നും അറിയാതെ വെറുതെ അങ്ങ് പറയുകയാണ്. ഭരണഘടനാ വിരുദ്ധമാണ് അല്ലയോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഈ രാജ്യത്തെ ക്രിസ്ത്യൻ സഭകളല്ല. ഭരണഘടനാ വിരുദ്ധമാണോ ഒരു നിയമനിർമ്മാണം എന്ന് തീരുമാനിക്കേണ്ടത് ഈ രാജ്യത്തെ സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതി 2020-ൽ വന്ന നിയമ ഭേദഗതി വളരെ സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിൽ വളരെ കൃത്യമായ ഒരു ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതി പറയുകയും ചെയ്തു. ഇതൊന്നും ഭരണഘടനാ വിരുദ്ധമല്ല, വിദേശ സംഭാവനകളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല വിദേശ സംഭാവനകൾ മൗലികാവകാശമല്ല, അത് ആരുടെ അവകാശമൊന്നുമില്ല. ഞങ്ങൾക്ക് വിദേശത്ത് നിന്ന് സംഭാവന വരുന്നു, അത് ഞങ്ങളുടെ അവകാശമാണ്, ഞങ്ങൾ വാങ്ങും എന്ന് പറയാനൊന്നും കഴിയില്ല എന്ന് രാജ്യത്തിൻ്റെ സുപ്രീം കോടതി തന്നെ 2020-ൽ പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യം എല്ലാവരും ഒരു ഘട്ടത്തിൽ മനസ്സിൽ വെക്കണം. രണ്ടാമത്തെ കാര്യം, ഈ വിദേശ സംഭാവനകൾ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ വിദേശ സംഭാവനകളുമായി നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് നിയമം വേണം എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും നമ്മുടെ രാജ്യം, അത് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ, ഓരോ കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഭേദഗതി ചെയ്യപ്പെടേണ്ട നിയമമാണ്. കാരണം ഇതൊരു സെൻസിറ്റീവ് സബ്ജക്റ്റാണ്. ഇന്ന് രാവിലെ നമ്മുടെ MP MK പ്രേമചന്ദ്രൻ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞത് ഇത്രയും പ്രാധാന്യമുള്ള ഒരു മേഖലയിൽ ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കൺസേൺഡ് ആൾക്കാരുമായി ചർച്ച നടത്താത്തതെന്നാണ്. ഇതൊരു ആലങ്കാരികമായ ഒരു പദപ്രയോഗമൊക്കെ അതിനകത്തുണ്ട്. ഇത് കേട്ടാൽ അതൊക്കെ ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകും. പക്ഷേ അതിനെ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ ഈ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്ന് പറയാൻ സാധിക്കും. കാരണം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു മേഖലയാണോ ഇത്? ഈ പ്രേമചന്ദ്രൻ പറയുന്നത് പോലെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ചലിക്കുന്നത് വിദേശ സംഭാവനകൾ കൊണ്ടല്ല. നമ്മുടെ രാജ്യം ഓരോ ദിവസവും, നമ്മുടെ രാജ്യത്തെ 140 കോടി ജനങ്ങൾ, അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് വിദേശ സംഭാവനകൾ കൊണ്ടല്ല. വിദേശത്തു നിന്നും വരുന്ന റവയും ഗോതമ്പ് പൊടിയും പാൽപ്പൊടിയും ഒക്കെ ഒരു കാലത്ത് രാജ്യത്ത് ഒഴുകിയിരുന്നു. അത് കേട്ട് പലരും തീരുമാനങ്ങളൊക്കെ മാറ്റിയിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി അതല്ല. അവിടെ നിന്നും വരുന്ന പാൽപ്പൊടി കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. ഈ രാജ്യത്തെ 140 കോടി ജനങ്ങൾ ചോര നീരാക്കി അധ്വാനിക്കുന്നത് കൊണ്ടാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. വിദേശ സംഭാവനകൾ കൊണ്ട് ചില സ്ഥാപനങ്ങളും ചില ചാരിറ്റി പ്രവർത്തനങ്ങളുമൊക്കെ നടക്കുന്നുണ്ടാകാം. അതിൻ്റെ ചില
എന്താണ് അതിൻ്റെ ചില ഒരു ഗുണഫലങ്ങൾ ചില ആളുകൾക്ക് ലഭിക്കുന്നുമുണ്ടാകാം. പക്ഷേ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് വിദേശ സംഭാവനകൾ കൊണ്ടല്ല. അതുകൊണ്ട് ഇതൊരു വലിയ അത്രമാത്രം പ്രാധാന്യമുള്ള മേഖലയുമല്ല. പക്ഷേ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ വിദേശ സംഭാവനകൾ കൊണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് വിദേശ സംഭാവനകൾ അത്ര അത്യാവശ്യമായ ഘടകമല്ല. പക്ഷേ വിദേശ സംഭാവനകൾ കൊണ്ട് രാജ്യത്തിന് ദോഷകരമായി ഭവിക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വിദേശത്തു നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് അക്രമ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഭീകരപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ആയുധങ്ങൾക്കായി ഈ പണം ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല സമൂഹത്തിൽ ചില അനാവശ്യമായ ഈ ഡെമോഗ്രഫിയിൽ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ഈ പണം ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല സോഷ്യൽ എഞ്ചിനീയറിംഗ്, നമ്മുടെ ജനാധിപത്യ മതേതര ഘടനയ്ക്ക് വിരുദ്ധമായി നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിങ്ങിന് ഈ പണം ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെയും നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ പരമാധികാരത്തെയും പോലും ചോദ്യം ചെയ്യാൻ വിദേശ സംഭാവനകൾക്ക് കഴിയും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ നിയമത്തെ നിയന്ത്രിക്കുന്നത്, കാലാനുസൃതമായി ഈ സംഭാവനകളെ നിയന്ത്രിക്കുന്നതും നിയമ ഭേദഗതി വരുത്തുന്നതും. അതുകൊണ്ട് തന്നെ ഇതിൽ ആശങ്കപ്പെടാനൊന്നുമില്ല. ആശങ്കകൾ, ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ആശങ്കകളെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് രാഷ്ട്രീയമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് BJP വിരുദ്ധ രാഷ്ട്രീയ വിഭാഗം സൃഷ്ടിച്ചതാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പില്ലായിരുന്നുവെങ്കിൽ അതൊരു പരിധിവരെ ഇത് ചർച്ചയാകാനും പോകില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരുപക്ഷെ കേരളത്തിലെ BJP ഘടകം ഇടപെട്ട് തൽക്കാലം അത് ആശങ്കകൾ ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ നിന്നും മേൽ നടപടികൾ നിർത്തിവെക്കാനായി ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും കുമാർജി സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇത്തരം നിയമങ്ങൾ എന്തിനാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വന്നാൽ ഇതെല്ലാം മാറ്റി നിങ്ങളെ മറ്റൊരു പറുദീസയിലേക്ക് എത്തിക്കും, നിങ്ങളെ വലിയൊരു സ്വർഗത്തിലേക്കൊക്കെ എത്തിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസ് ഇടപെട്ട ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ അവർ നേരത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് 370 വീണ്ടും തിരിച്ചു കൊണ്ടുവരും, അങ്ങനെയൊക്കെയുള്ള. കാരണം രാജ്യസുരക്ഷ എങ്ങനെ അപകടത്തിലാക്കാം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് എങ്കിൽ അതവരാണ്. കാരണം രാജ്യത്തിൽ ഏറ്റവും വലിയ രീതിയിൽ രാജ്യത്ത് അതിൻ്റെ പരമാവധി, അതായത് വർഗീയത പരമാവധി എത്തിക്കുന്നത് കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഷാബാനു കേസാണ് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായി മാറുന്നത്. അതിനുശേഷമാണ് ഇത്ര വലിയ ഭീകരമായ രീതിയിൽ രാജ്യത്ത് വർഗീയതയും ഭീകരവാദവും ഒക്കെ വളർന്നു വരുന്നത്. അപ്പം അതൊക്കെ നമുക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാകും. അതുപോലെ തന്നെയാണ് സമാനമായി ഈ ഒരു സാഹചര്യത്തിലും ഇത്തരം കാര്യങ്ങളുടെ ഒക്കെ രീതിയിൽ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെയും അവർ ഫലപ്രദമായി ഉപയോഗിക്കുന്നത് ഒരു പ്രീണന രാഷ്ട്രീയത്തിൻ്റെ, ഒരു അപ്പീസ്മെൻറ്റ് പൊളിറ്റിക്സിൻ്റെ ഒക്കെ ഭാഗമാണ്. നോക്കൂ, ജമ്മു കാശ്മീരിൽ എത്ര കേസുകളാണ് FCRA ചട്ടലംഘനവുമായി ബന്ധപ്പെടുത്തി ഉണ്ടായത്. കഴിഞ്ഞ 70 വർഷത്തെ ഒരു ജമ്മു കാശ്മീരിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര സമാധാനപരമായി അവർ ജീവിച്ചു. ഏതെങ്കിലുമൊക്കെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ജീവിക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ കാലത്തും ദുരിതവും ദുഃഖവും ഭീകരവാദവും അല്ലാതെ അവിടെ അങ്ങനെ സമാധാനപരമായി ജീവിച്ച ഒരു സാഹചര്യം പോലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. ഈ അടുത്ത സമയത്തല്ലാതെ എപ്പോഴാണ് കല്ലറി നിന്നത്? ജമ്മു കാശ്മീരിൽ എപ്പോഴാണ് കല്ലറി നിന്നത്? ഈ 370 പിൻവലിക്കുകയും ഇത്തരത്തിലുള്ള FCRA ചട്ടങ്ങൾ പരമാവധി 2022 50% ഈ അവരുടെ ഭരണപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അങ്ങനെ ഈ ചട്ടങ്ങൾ വളരെ കൃത്യമായി റെഗുലേറ്റ് ചെയ്യുകയും വളരെ കൃത്യമായി നമ്മുടെ രാജ്യത്ത് നിന്ന് കൊടുക്കുന്ന ധനം അവരുടെ പൗരന്മാരുടെ കൈകളിലേക്കും അവരുടെ ഉന്നതിക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായി ബോധ്യപ്പെട്ട് അവിടേക്ക് ഫണ്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ജമ്മു കാശ്മീരിൽ വളരെ കൃത്യമായി തന്നെ അവിടെ ഫണ്ടുകൾ വിനിയോഗിക്കാൻ തുടങ്ങിയത്. അങ്ങനെ വിനിയോഗിക്കുന്നതിലൂടെ പൗരന്മാർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി, അവിടെ സ്മാർട്ട് സിറ്റികൾ ഉണ്ടായി, അവിടെ ആൾക്കാർ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ അവിടെ ഭീകരവാദം കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന ആൾക്കാർ വളരെയധികം ദുരിതം, അതായത് അവിടുത്തെ സ്ത്രീകളെ ലൈംഗിക അടിമകളായിട്ടാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത്തരത്തിൽ വളരെ ദുരിതകരമായ ഒരു സാഹചര്യത്തിലായിരുന്നു ജമ്മു കാശ്മീർ മുന്നോട്ട് പോയത്. ഇനി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്താലും നമുക്ക് മനസ്സിലാകും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു. കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അവിടെ സമാധാനം ഉണ്ടായ സാഹചര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു മജീഷ്യനാണല്ലോ ഗോപിനാഥ് മുതുകാട്. ഇവിടുന്ന് ഗോപിനാഥ് മുതുകാട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ 2 സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, മേഘാലയയിൽ അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ പരിപാടി നടക്കുന്നിടത്ത് ബോംബിടുമെന്ന് പറഞ്ഞു. ഇല്യൂഷൻ ഇന്ത്യ എന്ന് പറയുന്ന അതിൽ ഇന്ത്യ എന്ന ഭാഗം കുത്തിക്കീറി കളഞ്ഞു അവിടുത്തെ യുവാക്കൾ.
നാഗാലാൻഡിൽ പോയപ്പോൾ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിപാടി അവതരിപ്പിക്കുവാൻ സാധിച്ചില്ല ഈ പറയുന്ന ഗോപിനാഥ് മുതുകാടിന്. അങ്ങനെ ഭാരതത്തിൻ്റെ ഭാഗമല്ല എന്ന് തങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ആ നാട് കടന്നുപോയിട്ടുണ്ട്. ഇതൊക്കെ ഇതിനൊക്കെ ഒരു മാറ്റം വരുന്നത് നമ്മുടെ നാട്ടിലെ ചട്ടങ്ങളുടെ റെഗുലേഷനിൽ കൂടിയാണ്. റൗണ്ട് ട്രിപ്പിംഗ് വളരെ ശക്തമായ രീതിയിൽ റൗണ്ട് ട്രിപ്പിംഗ് നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. സൈക്ലിക്കലായിട്ട് നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ വിദേശത്ത് പോവുകയും വിദേശത്ത് നിന്ന് ഈ പണം തിരിച്ച് നാട്ടിലേക്ക് എത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള റൗണ്ട് ട്രിപ്പിംഗ് നടന്നുകൊണ്ടിരുന്നു. ഈ രീതിയിലൊക്കെ നാട് കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് നാടിന് പുരോഗതി വേണ്ടേ? കുമാർജി നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട് ഒരു ഗ്രാൻഡ് ബേസ്ഡ് എക്കണോമി അല്ല. അഫ്ഗാനിസ്ഥാനോ പാകിസ്ഥാനോ പോലെ നമ്മുടെ നാട് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് തെണ്ടി ജീവിക്കുന്ന ഒരു നാടല്ല. നമ്മുടെ നാട്ടിലെ പൗരന്മാരുടെ വിയർപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉത്പാദനം നടത്തി ആ ഉത്പാദിപ്പിച്ച സാധനങ്ങളുടെ ഏറിയ പങ്കും കൈപ്പറ്റുന്ന കൺസപ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടും അതോടൊപ്പം തന്നെ വിദേശങ്ങളിലേക്ക് കയറ്റുമതിയും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു രാഷ്ട്ര സമൂഹമാണ്. അഭിമാനത്തോടുകൂടി തലയുയർത്തി ജീവിക്കുന്ന രാഷ്ട്ര സമൂഹം. ചില ആൾക്കാർ സംഭാവനകൾ സ്വീകരിക്കുന്നു, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംഭാവനകൾ സ്വീകരിക്കാം. അതിന് മതപരമായ ഒരു രീതിയിലുള്ള കാര്യവും അതിന് ബാധകമല്ല. ഹിന്ദുക്കൾ സംഭാവന സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ മാതാമൃതാനന്ദമയി മഠത്തിൻ്റെയോ അല്ലെങ്കിൽ സത്യസായി ബാബയുടെയൊക്കെ സന്യാസി മഠങ്ങൾ സംഭാവനകൾ സ്വീകരിക്കുന്നില്ലേ? ക്രിസ്ത്യൻ മിഷണറിമാർ സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ അനധികൃതമായി അവർക്ക് ആർക്കും ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം അവരെല്ലാം കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ ഷോൺ ജോർജ് തന്നെ ഈ കാര്യം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ അവർക്കെല്ലാവർക്കും ആധാർ കാർഡുണ്ട്. അവർക്കെല്ലാവർക്കും കൃത്യമായി അവരാരാണ്, എന്താണ് എന്നുള്ളതും അവരുടെ സംഭാവന എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിനും കൃത്യമായ കണക്കുമുണ്ട്. ഇത് കണക്കില്ലാത്ത കുറേ NGOകളുണ്ട്. അവർ ഭീകരവാദത്തിന് വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്നു. അവർക്കാണ് പ്രശ്നം. അവരിലൂടെ നേട്ടം കൊയ്യാനിരിക്കുന്ന നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമാണ് ഇതിൻ്റെ പ്രശ്നം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. തീർച്ചയായും അത് ഈ FCRA ചട്ടങ്ങളുടെ ഭേദഗതിയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ വളരെ കാതലായ രാജ്യത്തിന് ആവശ്യമുള്ള ഭേദഗതികളാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. നേരത്തെ സൂചിപ്പിച്ച പോലെ 2020 എന്തായിരുന്നു? 2020 വരെ വിദേശത്തു നിന്നും നമ്മുടെ ഈ ഒരു നിയമത്തിൻ്റെ കാതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് സംഭാവന സ്വീകരിക്കുന്നത് എന്ന് നമ്മൾ അറിയിക്കണം സർക്കാരിനെ. ആ കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ലഭിക്കുന്ന ഫണ്ടിൻ്റെ പകുതിയും ഭരണപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വാങ്ങുന്ന ഫണ്ടിൽ പേരിന് ചെലവഴിച്ച ശേഷം ബാക്കി കീശയിലാക്കുന്ന ഒരു പരിപാടി, അതാണ് 2020 അവസാനിപ്പിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒരു സംഘടന വാങ്ങുന്ന പണം മറ്റൊരു സംഘടനകൾക്കും FCRA അക്കൗണ്ട് ഇല്ലാത്ത മറ്റ് സംഘടനകൾക്കും വീതിച്ചു കൊടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വിദേശ സഹായം പറ്റുന്ന, വിദേശ സംഭാവന പറ്റുന്ന എല്ലാ സംഘടനകൾക്കും FCRA അക്കൗണ്ട് വേണം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നിയമവ്യവസ്ഥയെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഒരു സംഘടനയ്ക്ക് FCRA അക്കൗണ്ടുള്ള ഒരു സംഘടനയ്ക്ക് മറ്റ് സംഘടനകൾക്ക് വേണ്ടി വിദേശ സംഭാവന സ്വീകരിക്കാൻ കഴിയുമെന്നൊരവസ്ഥയുണ്ടായിരുന്നു. അത് നിയമത്തെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ്. ആ ഒരു കാര്യം എടുത്തു കളഞ്ഞു. അത് 2020 കാതലായ ഭേദഗതിയാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി എന്താണ്? FCRA ചട്ടം നിരോധിച്ചാൽ അല്ലെങ്കിൽ ലംഘിച്ചാൽ, FCRA ചട്ടങ്ങൾ ലംഘിച്ചാൽ ആ ലംഘിച്ച വ്യക്തിയുടെ, സംഘടനയുടെ, NGOയുടെ സ്വത്ത് കണ്ടെടുക്കാനുള്ള അവകാശം സർക്കാരിന് കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിനെയാണ് ആരാധനാലയങ്ങൾ കണ്ടെടുക്കാനുള്ള അവകാശം സർക്കാരിന് പോകുന്നു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ഒരു വലിയ ഭീതി പരത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് നമുക്ക് FCRA ഫണ്ട് വാങ്ങാം, FCRA അക്കൗണ്ട് വഴി വിദേശ സംഭാവന വാങ്ങാം. ആ വിദേശ സംഭാവന വാങ്ങി നമ്മൾ എന്തിനാണോ വാങ്ങിയത് അതിനു വേണ്ടി ചിലവഴിക്കേണ്ട. അത് ഞാൻ കീശയിലിട്ടു എന്നിരിക്കട്ടെ. കീശയിലിട്ട് കഴിഞ്ഞാൽ എന്താണ് എന്നെ സർക്കാരിന് ചെയ്യാൻ പറ്റുക? ഞാൻ അനാഥരായ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു. ആ പ്രോജക്റ്റിലേക്ക് വിദേശ സംഭാവന സ്വീകരിക്കുന്നു. എന്നിട്ട് ഞാൻ ആ പ്രോജക്റ്റിൽ പണം മുടക്കുന്നില്ല, പകരം ഈ പണം ഞാൻ പോക്കറ്റിലിട്ട് കൊണ്ടുപോകുന്നു. ഈ പണം എനിക്ക് വിദേശത്ത് നിന്നും വന്നത് കള്ളപ്പണം വെളുപ്പിക്കലിൻ്റെ ഭാഗമാണ് എന്ന് തന്നെ ഉദാഹരണമായി വെച്ചോളൂ. അങ്ങനെ ഗുരുതരമായി നിയമലംഘനം നടത്തിയ എന്നെ ഈ കേന്ദ്ര സർക്കാരിന് നിലവിലുള്ള നിയമം അനുസരിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആകെ ചെയ്യാൻ കഴിയുക, ഞാൻ ഈ അടുത്ത തവണ ഓരോ വർഷവും ഇത് പുതുക്കണമല്ലോ. FCRA അക്കൗണ്ട് പുതുക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ ഈ നിയമം ലംഘിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്കിനി FCRA അക്കൗണ്ട് ഇല്ല, വിദേശ സംഭാവന സ്വീകരിക്കാൻ അവകാശമില്ല എന്ന് പറയുക മാത്രമാണ് കേന്ദ്ര സർക്കാരിന് സാധിക്കുക. എന്ന് പറഞ്ഞാൽ 1 കോടി രൂപ കള്ളപ്പണം വിദേശത്ത് നിന്നും വെളുപ്പിച്ച് എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ FCRA അക്കൗണ്ട് എടുത്തു. എൻ്റെ ഉദ്ദേശം പൂർത്തിയായി. ഇനി എനിക്ക് FCRA അക്കൗണ്ടിൻ്റെ ആവശ്യമില്ല, ഞാൻ പൊടിയും തട്ടിപ്പോകുന്നു. അത് നടക്കില്ല.
നിയമലംഘനം നടത്തിയാൽ, ഗുരുതരമായ നിയമലംഘനം നടത്തിയാൽ ആ വിദേശ സംഭാവന കൊണ്ട് ഞാൻ എന്ത് അസറ്റാണ് ഉണ്ടാക്കിയത്, ആ അസറ്റ് പിടിച്ചെടുക്കാൻ തീർച്ചയായും കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്, ഏജൻസികൾക്ക് അധികാരമുണ്ട് എന്ന രീതിയിലേക്കാണ്. കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ സർക്കാർ പിടിച്ചെടുത്ത് അത് ആർക്കെങ്കിലും കൊണ്ടുപോവുകയല്ലല്ലോ. കേന്ദ്ര സർക്കാരിൻ്റെ ED പോലെയുള്ള ഏജൻസികളായിരിക്കും അത് പിടിച്ചെടുക്കുക. അത് കോടതികളുടെ സ്ക്രൂട്ടിനിക്ക് വിധേയമാണ്. അത് തിരിച്ചു വാങ്ങണമെങ്കിൽ, അതിൽ അന്യായമായിട്ടാണ് അത് പിടിച്ചെടുത്തതെങ്കിൽ തീർച്ചയായും പരാതിക്കാരനും കോടതികളെ സമീപിച്ച് ആ EDയെ ചലഞ്ച് ചെയ്യാനുള്ള എല്ലാ നിയമവ്യവസ്ഥയുമുണ്ട്. എന്നിട്ടും ആർക്ക് എന്ത് ആശങ്കയാണ് ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാകാൻ സാധിക്കുന്നില്ല. നിയമത്തിൽ പഴുതുകളുണ്ടെങ്കിൽ അത് കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് അത് പരിഹരിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ഒരു ധർമ്മം അത് കേന്ദ്ര സർക്കാരിനുണ്ട്. നിയമം നിർമ്മിക്കുക, നിയമം ഭേദഗതി ചെയ്യുക, അതൊക്കെ പാർലമെൻറ്റിൻ്റെ അധികാരത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അത് ഞങ്ങളോട് ചർച്ച ചെയ്യണമെന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധം. രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആരുമായും ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് നിൽക്കേണ്ട കാര്യമില്ല. അവർ ആ കാര്യങ്ങൾ ചെയ്തു തന്നെ പോകും. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനെ മുതലെടുത്തുകൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കാണ് ഒരുപക്ഷെ കേരളത്തിലെ BJP ഘടകം തടയിട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ബില്ല് മാറ്റിവെച്ചതിലൂടെ. തീർച്ചയായും. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.